പ്രിയമുള്ളവരെ, ഒരു സംഭവം അറിയാനിട വന്നു. അപ്പോൾ ഞാനത് ഒരു കഥയാക്കി എഴുതിയിട്ടുണ്ട്. നടന്ന സംഭവം തന്നെയാണ്. കഥ എഴുതാൻ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാണ്. അത് എന്നെ കേട്ടിട്ടുള്ള പലർക്കും അറിയാം. അപ്പോൾ ആ കഥ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കാം. അടുക്കളയിൽ പാചകത്തിലാണ്, അതിനിടയിലാണ് ഞാനിത് ടൈപ്പ് ചെയ്തത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കഥയുടെ പേര് ഒട്ടുമാങ്ങയും അമ്മായി അമ്മയും. അടുക്കള വാതിലിൽ ആരോ ആഞ്ഞടിക്കുന്ന ശബ്ദം കേട്ട് അവൾ വിളിച്ചു ചോദിച്ചു, ആരാണത്? വെളിയിൽ നിന്നും ഏതോ സ്ത്രീയുടെ ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു. തൊലിഞ്ഞ ചിരിയും പിന്നെ ഒരു കുല ഒട്ടുമാങ്ങയുമായി അവളുടെ അമ്മായിയമ്മ ഇതാ വാതിൽക്കൽ. എന്താണ് അമ്മ വന്നത്? അവൾ ചോദിച്ചു. ഓ, അവൻ കയറിപ്പോയിട്ട് വിളിക്കുന്നില്ല. എന്തു പറ്റി? ആ സ്ത്രീ അവളോട് ചോദിച്ചു. ഞാനിപ്പോൾ അമ്മയുടെ മകനെ വിളിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തു തരാതെ കണ്ട പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് LIC പോളിസിയിൽ കൊണ്ട് അങ്ങേര് പൈസ ഇട്ടു. എൻ്റെ ആവശ്യങ്ങൾ പിന്നെ ആരോട് ഞാൻ പറയണം? അവൾ ആ സ്ത്രീയോട് ചോദിച്ചു. ഒരു വളിച്ച ചിരിയോടെ ആ സ്ത്രീ അവളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഞാൻ പറയുന്നതേ കേൾക്കൂ. അവനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. നമ്മുടെ പള്ളിയിൽ കൂടുന്ന പെണ്ണാണ് അവനെ LICയിൽ ചേർത്തത്. അതിനെന്താ കുഴപ്പം? ഒട്ടും അമാന്തിക്കാതെ തന്നെ അവൾ മറുപടി കൊടുത്തു. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നാൽ എൻ്റെ ആവശ്യങ്ങൾ ആരോടും ഞാൻ പറയില്ലായിരുന്നു. എനിക്കുണ്ടായിരുന്ന ജോലി കളയിച്ചിട്ടാണ് അയാൾ എന്നെ ഇവിടെ ഇട്ട് തട്ടുന്നത്. മകൻ ഇനി വരുമ്പോൾ പള്ളിയിൽ കൂടുന്ന അവളെ പിടിച്ച് കൂടെ കിടത്താൻ പറയണം. അതിന് മാത്രമായി എൻ്റെ ആവശ്യം ഇല്ലല്ലോ. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ മുറിയിലേക്ക് പോയി. ഗുണപാഠം. അമ്മായിയമ്മമാരോട്, നിങ്ങളുടെ ആൺമക്കളുടെ കയ്യിലെ കാശിൻ്റെ മുഴുപ്പ് കാണിക്കാൻ നാട്ടുകാർ കൊണ്ടുവരുന്ന ഇൻഷുറൻസ് പോളിസിയിൽ മകനെ കൊണ്ട് പണം നിക്ഷേപിക്കും മുൻപ് മകൻ അവൻ്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്ന് വെറുതെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക. കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ മകൻ്റെ ഭാര്യയെ കാണാതിരിക്കുക. സമ്പാദ്യമൊക്കെ വേണ്ടത് തന്നെ. പക്ഷേ വീട്ടിലുള്ളവരെ ഒതുക്കിക്കൊണ്ട് നിങ്ങൾ കൂട്ടിവെക്കുന്നത് ചിതലരിച്ചു പോവുകയുള്ളൂ. എൻ്റെ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.